लेकिन गृह मंत्री जी, इस पर भी विपक्ष के कई नेताओं को न्योता दिया गया, उनको बोला वहां पर आने के लिए, वहां पर काफी नहीं पहुंचे। उन सबका ये कहना था कि ये कार्यक्रम ऐसा लग रहा था जैसे बीजेपी का कार्यक्रम है। नहीं, बीजेपी का कौन सदस्य था वह? ठीक बात है। നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ ദൃശ്യങ്ങളിൽ കണ്ട വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്നറിയാം. ബി ജെ പിയുടെ അതിശക്തനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹം മാത്രമല്ല, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി കൂടിയാണ്. അമിത്ഷാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിക്കാർക്ക് മാത്രമല്ല, രാഷ്ട്രീയ എതിരാളികൾക്ക് വരെ അറിയാം. അങ്ങനെ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ നമ്മുടെ ഈ ഒരു മാപ്ര, ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞ മാപ്ര, അദ്ദേഹം ദേശീയ മാപ്രയാണ് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദേശീയ മാപ്ര ഒരു കുത്തിത്തിരിപ്പ് ചോദ്യമായിട്ട് ചെന്നതാണ്. പക്ഷേ തിരിച്ചുള്ള മറുപടിയിൽ കുറച്ച് നേരത്തേക്ക് സൈലൻ്റ് ആയിപ്പോയി ഈ മാപ്ര. അതിനുശേഷം എഗ്രി എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട്. ചോദിച്ച ചോദ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അത് ലോകം മുഴുവൻ ലൈവായിട്ട് കണ്ട കാര്യമാണ്. ആ ഒരു പരിപാടി ബി ജെ പിയുടെ പരിപാടിയായിരുന്നോ എന്നാണ് ഈ മാപ്ര ചോദിച്ചത്. അത് ബി ജെ പിയുടെ പരിപാടിയായിരുന്നോ അയോധ്യയിൽ നടത്തിയ പ്രാണപ്രതിഷ്ഠാ ചടങ്ങെന്നാണ് ചോദിക്കുന്നത്. അമിത്ഷാ അതിന് കൊടുത്ത മറുപടി, നിങ്ങൾ അവിടെ എത്ര ബി ജെ പിക്കാരെ കണ്ടു എന്നാണ് തിരിച്ചു ചോദിച്ചത്. നിങ്ങൾ അവിടെ എത്ര ബി ജെ പിക്കാരെ നിങ്ങൾക്ക് അവിടെ കണ്ടെത്താൻ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ സൈലൻ്റ് ആയിപ്പോയി മാപ്ര. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സമ്മതിക്കുകയാണ്, ശരിയല്ലേ, അവിടെ എത്ര ബി ജെ പിക്കാരെ കണ്ടു. അവിടെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം ബി ജെ പിക്കാരനായിട്ടല്ല പോയത്. ആ ചടങ്ങിൽ പങ്കുകൊള്ളാൻ പോയത് ബി ജെ പിക്കാരനായിട്ടല്ല പോയത്. മറിച്ച് അവിടെ ബി ജെ പിയുടെ സംസ്ഥാനത്തെ പ്രസിഡന്റ് പോലും ഇല്ലായിരുന്നു. ഏതെങ്കിലും അറിയപ്പെടുന്ന ഒരു നേതാവിനെ പോലും നമുക്ക് ആ പരിപാടിയിൽ കാണാൻ പറ്റിയില്ല. ഒരുപാട് പ്രശസ്തരായിട്ടുള്ള, ലോക പ്രശസ്തരായിട്ടുള്ള ആളുകൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അംബാനി ഉണ്ടായിരുന്നു, സച്ചിൻ ഉണ്ടായിരുന്നു, അഭിഷേക് ബച്ചൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പിതാവ് ഉണ്ടായിരുന്നു, പിന്നെ ഗായകൻ ശങ്കർ മഹാദേവൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് അറിയാവുന്ന അനവധി ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരാരും രാഷ്ട്രീയക്കാരല്ല, രാഷ്ട്രീയ പ്രവർത്തകർ പോലുമില്ല. അവരെയൊക്കെ ബി ജെ പി ആയിട്ടോ സംഘിയായിട്ടോ, ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കറെ നമുക്ക് സംഘിയായിട്ട് കൂട്ടാൻ പറ്റുമോ? അഭിഷേക് ബച്ചനെയും അമിതാഭ് ബച്ചനെയൊക്കെ സംഘിയും ബി ജെ പിയും ആർ എസ് എസ് ആയിട്ട് കൂട്ടാൻ പറ്റുമോ? അതുപോലെ തന്നെ അംബാനിയൊക്കെ ഉണ്ടായിരുന്നു, വേറെയും പലരുണ്ടായിരുന്നു. ശ്രീ രവിശങ്കറെ പോലെയുള്ളവരുണ്ടായിരുന്നു, കുറേ സന്യാസിമാരുണ്ടായിരുന്നു. അവിടുത്തെ യോഗി ആദിത്യനാഥിനെ പോലും അവിടെ ആ ദിവസം കാണാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു അന്നൊരു പക്ഷേ പ്രധാന ശ്രദ്ധാകേന്ദ്രം നരേന്ദ്രമോദി തന്നെയായിരുന്നു. പിന്നീട് ഇതുപോലെ ക്ഷണിക്കപ്പെട്ട കുറേ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ബി ജെ പിയുടെ നേതാക്കളും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാരും മറ്റ് പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ ഒന്നും അയോധ്യ രാമക്ഷേത്ര അതിലെ ചടങ്ങിനില്ലായിരുന്നു. അതിനുശേഷം അവർ പോയി കാണും. അന്ന് തികച്ചും വ്യക്തമായിട്ട് ബി ജെ പിക്ക് അറിയാം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് അറിയാം, ഇതുപോലൊരു വിമർശനം ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ ഇത്തരം ഒരു ചടങ്ങിലേക്ക് ബി ജെ പി നേതാക്കളെ ആരെയും ക്ഷണിച്ചിരുന്നില്ല. വരണ്ട എന്ന് തന്നെയായിരിക്കാം ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ഉത്തരവായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമായിട്ടോ പോയിരിക്കുക. എന്തായാലും അതിനുശേഷം ഇവിടെ മാധ്യമങ്ങൾ, നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങൾ അടക്കമുള്ളവർ പ്രചരിപ്പിക്കുന്ന എന്താണ്, അതെന്തോ ബി ജെ പി നടത്തിയ പരിപാടിയാണ് എന്ന തരത്തിലാണ്. ഇതാണ് ഈ പ്രോപ്പഗണ്ട, ചില നരേറ്റീവുകൾ ഇങ്ങനെ കൊടുത്തിട്ട് ഇതുപോലെയാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരാളുടെ മുന്നിൽ ചെന്ന് പെട്ടു. ഈ ദേശീയ മാപ്ര കൃത്യമായിട്ടുള്ള ഒരാളുടെ മുന്നിൽ ചെന്ന് പെട്ടു. അദ്ദേഹത്തിനോട് ഇതേ കുത്തിത്തിരിപ്പ്, അതായത് ജനങ്ങൾക്ക് എറിഞ്ഞു കൊടുത്ത അതേ കുത്തിത്തിരിപ്പ് ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. ഒരൊറ്റ മറുപടിയിൽ അയാൾക്ക് നിശബ്ദനായി പോയി. അയാൾ പിന്നീട് എന്താ പറഞ്ഞത് നിങ്ങൾ ഒരിക്കൽ കൂടെ ഒന്ന് ആ വീഡിയോ കണ്ടു നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാവും. लेकिन गृह मंत्री जी, इस पर भी विपक्ष के कई नेताओं को न्योता दिया गया, उनको बोला वहां पर आने के लिए, वहां पर काफी नहीं पहुंचे। उन सबका ये कहना था कि ये कार्यक्रम ऐसा लग रहा था जैसे बीजेपी का कार्यक्रम है। नहीं, बीजेपी का कौन सदस्य था वह? ठीक बात है। കണ്ടോ, ആ മാപ്ര നിശബ്ദനായിട്ട് നിന്നിട്ട് അത് സമ്മതിക്കും. അമിത്ഷാ പറഞ്ഞ കാര്യം അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടുത്തെ ചാനലിൽ ചർച്ച ചെയ്യുക അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിലൊക്കെ കാണുന്ന കണക്ക് ഒച്ചയും ബഹളവും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമൊന്നുമില്ല. അവിടെ ഒരു കുത്തിത്തിരിപ്പ് ചോദ്യം അമിത്ഷായോട് ചോദിച്ചു. അമിത്ഷാ അതിന് കൃത്യമായിട്ട് അളന്ന് മുറിച്ചൊരു മറുപടി കൊടുത്തു. ആ മാപ്ര അവിടെ തീർന്നു. അവൻ വിചാരിച്ച് കാണും ഇനി ഭൂമി വിളന്ന് താഴോട്ടെങ്ങാനും പോരുന്നാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ച് കാണും. അപ്പോൾ ആളും തരവും ഒക്കെ കണ്ടു വേണം ഇത്തരം കുത്തിത്തിരിപ്പ് ചോദ്യമൊക്കെ ആയിട്ട് പോകാൻ. ഇതൊക്കെ ഒരു ലോക്കൽ ലെവലിലുള്ള നേതാക്കന്മാരുടെ അടുക്കലൊക്കെ ചിലപ്പം ചിലവാകും ഇത്തരം കാര്യങ്ങളോ അതിന് തുടർന്നുള്ള ഉപചോദ്യമൊക്കെ. പക്ഷേ ഇതുപോലുള്ള ആളുകളുടെയൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് ഇതുപോലുള്ളവരെയൊക്കെ കൈകാര്യം ചെയ്ത് നല്ല തഴക്കവും പഴക്കവും വന്നതിന് ശേഷമാണ് അവരിപ്പോൾ ഇരിക്കുന്ന ആ പൊസിഷനിൽ ഇരിക്കുന്നത്. അല്ലാതൊന്നും ഒരു സാധാരണ ആളുകൾക്കൊന്നും അവിടെ കയറി ഇരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ അപ്പുറം ഒരുപക്ഷെ മോദിയോട് ചോദിച്ചാൽ
ഇതിൻ്റെ അപ്പുറമായിരിക്കും ചിലപ്പം മറുപടി കിട്ടുക. പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. നമ്മൾ മനസ്സിലാക്കുക, ഇതാണ് യാഥാർത്ഥ്യം. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ എന്താണ് നമുക്ക് വിളമ്പിത്തരുന്നത്, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എത്രയോ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കാം, അയോധ്യയിൽ അന്ന് നടന്നത് BJPയുടെ പരിപാടിയാണ് നടത്തിയതെന്ന് തെറ്റിദ്ധരിച്ചിരിക്കാം. പക്ഷേ നമ്മളത് ആ ചിത്രങ്ങൾ വീണ്ടും കാണുമ്പോഴാണ്, വീണ്ടും നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അങ്ങനെ അത് ഒരു പാർട്ടി പരിപാടി, BJPയുടെ പരിപാടിയായിട്ട് കാണാനായിട്ട് അവിടെ BJPയുടെ നേതാക്കളെന്നും നമുക്ക് കാണാനാവുന്നില്ല. അവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നു, അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടാണ് വന്നത്, അല്ലെ RSSൻ്റെ കാര്യകർത്താവ് BJPയുടെ നേതാവായിട്ടല്ല അദ്ദേഹം അവിടെ വന്നത്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന ലേബലിൽ തന്നെയാണ് അദ്ദേഹം അവിടെ വന്നത്. അവിടെ വരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെ ഏതെങ്കിലും BJP നേതാക്കളോ, BJPക്ക് നേതാക്കളില്ലാഞ്ഞിട്ടൊന്നുമല്ല, BJPക്ക് ഉത്തർപ്രദേശിൽ പ്രസിഡന്റ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, അനേകം ആയിരക്കണക്കിന് നേതാക്കന്മാരുള്ള, ഒരുപാട് നേതാക്കന്മാരുള്ള വലിയൊരു പാർട്ടിയാണത്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അത് പാർട്ടി പരിപാടിയാക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ കൃത്യമായിട്ടും അങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ട് പോലും ഈ ഒരു രീതിയിലാണ് ഈ പ്രോപ്പഗണ്ട നമ്മുടെ മാധ്യമങ്ങളും ചില രാഷ്ട്രീയക്കാരും ചമച്ചത്. അതിനെ വളരെ നിസ്സാരമായിട്ട് ഒരൊറ്റ വാചകത്തിലാണ് അമിത്ഷാ പൊളിച്ചടുക്കിയത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.